ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ ഇവിടെ സിനിമറ്റാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ പത്തിയുടെ ഒപ്പം കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് ചതച്ചതാണ് കേട്ടോ എടുക്കണേ. കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നോർമൽ മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ കാശ്മീരിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഈ കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് സാധാ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളെ ഇതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചിക്കൻ അല്ല മസാല ചിക്കൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ റമദാന് നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പത്തിരിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പാത്രം വെച്ച് എണ്ണ ചൂടാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. പരമാവധി നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലിനെക്കാട്ടും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതേ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണ് കേട്ടോ. നിങ്ങൾ പരമാവധി അരമണിക്കൂർ വെക്കാൻ നോക്കാം. പിന്നെ ഒട്ടും ടൈമില്ലെങ്കിൽ കുറച്ചൊരു 20 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിക്കോ. പക്ഷെ അരമണിക്കൂർ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ അതേ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടല്ലോ, ഒരു റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ ചിക്കൻ അതിൽ നിന്ന് മാറ്റാം. ചിക്കൻ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണയെ തന്നെ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ ഇതാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഫസ്റ്റ് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ സബോള ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സബോള നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബോളയുടെ ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നിൽക്കുക. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി ഇതാണ് ഫസ്റ്റ് ഇടണേ. അപ്പോൾ ഫസ്റ്റ് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് കളറ് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ 2 സബോളയാണ് കേട്ടോ എടുത്തേക്കണേ. വലിയതായതുകൊണ്ട് 2 സബോളയാണ് എടുത്തേക്കുന്നത്. 2 സബോള എടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ എണ്ണയും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആയി കുറച്ച് നേരം കൊണ്ട് നമ്മൾ സബോള സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഈ സബോള ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ സബോള നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ. തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ലാസ്റ്റാണ് ആഡ് ചെയ്യണം. അതായത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ഇട്ടെടുക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിക്ക് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ആയാലും ഇട്ടാൽ മതി. പക്ഷേ കുരുമുളക് ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ പച്ചമണം അതൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ സെറ്റ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കണേ. അത് കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല ചെറിയ തക്കാളിയുടെ നനവുകൊണ്ട് ചെറിയ വെള്ളമൊക്കെ വരുമല്ലോ, തക്കാളിയുടെ ഇതായി അരിഞ്ഞു വരും. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനും മസാലയും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മസാല ഒക്കെ നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മെയിൻ സാധനം ഇതിൽ ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ കേട്ടോ. നാളികേരത്തിൻ്റെ പാൽ ഇതിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് തിളപ്പിച്ചെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുക്കിയ മസാല ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ അധികം തേങ്ങാപ്പാൽ ഒഴിച്ച കറി അധികം ഇഷ്ടമല്ല ഇവിടെ ആയിരിക്കും. പക്ഷേ ഈ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതിൻ്റെ ഇപ്പോൾ ഒരു പത്തിരി, നൈസ് പത്തിരിയും കൂടി ഉണ്ടായല്ലോ. അമ്പോ പിന്നെ ഒന്നും വേണ്ട. വളരെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ തൂക്കി കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യട്ടോ. അടിപൊളി ടേസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്യണം. ബൈ എടുത്തിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.